അപ്പം അങ്ങനത്തെ ആ ഖുതുബയും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി പ്രസംഗിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ചോദ്യം ചോദിച്ച് അവർക്കുള്ള കൗമോട് ഫമാ വന്നുക്കും ബിറബ്ബിൽ ആലമീൻ, ഫമാ വന്നുക്കും നിങ്ങളെ ബിയാർ എന്തിനാണ് വിചാരിച്ചോളൂ. നിങ്ങൾ വന്നുണ്ടെങ്കിൽ വിചാരിക്കുക. അവനെപ്പറ്റി മണ്ണിൽ രണ്ട് തരത്തിലുണ്ട്. മണ്ണിൽ നല്ലതായിരിക്കുന്ന വിചാരവും അല്ലാത്ത വിചാരം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് അവിടുന്ന് വന്നുകൊണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഫമാവന്നുക്കും നിങ്ങൾക്കുള്ള വിചാരം എന്താണ്? റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കൊണ്ട് നമ്മൾക്കുള്ള നിസ്കാരത്തിൽ രണ്ട് അമ്പിയാക്കൾ പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫമാവന്നുക്കും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾക്കുള്ള വിചാരം എന്ത്? വന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഹുസ്നു വന്നുണ്ട്, സൂ വന്നുണ്ട്. ഇത് എല്ലാ ഓരോരുത്തരും മനസ്സിലാക്കുന്ന വിഷയം. ഖുർആനിനകത്ത് ഇതിനെപ്പറ്റി സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. മറ്റൊരാളെ പറ്റി ഒരു കാര്യം ഇങ്ങനെ ഇല്ലാത്തതിന് തോന്നൽ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഇഅ്തികാഫിന് വേണ്ടി പള്ളിയിൽ ഇരുന്നപ്പോൾ തങ്ങൾക്കുള്ള ഭാര്യമാർപ്പെട്ട ഏതോ ഒരു പെണ്ണുങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പള്ളിയിലേക്ക് വന്നു റസൂലുള്ളാഹിയോട് സംസാരിക്കാൻ. അത് മഗ്‌രിബോട് അടുത്ത സമയത്തായിരുന്നു. ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവളോട് സംസാരിച്ച് പോവാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മഗ്‌രിബോട് അടുത്തത് കൊണ്ട് മഹാനായ റസൂലുള്ളാഹി ആ പെണ്ണോട് കൂടെ കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ പോയി. ഇത് നമ്മളിൽ ഉണ്ടാ എന്ന് മനസ്സിലാക്കണം. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ആൾക്കാർ അതിലെ കൂടി വിട്ടു കിടക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി വിളിച്ചിങ്ങോട്ട് വാ, ഹാദിഹി സൗജത്തി, ഇത് എന്റെ ഭാര്യ, എന്റെ പെഞ്ഞായി. എന്താണ് പറഞ്ഞത്? മനുഷ്യന്റെ കൽബിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് വന്ന് എന്ന് പറയുന്ന അത് രണ്ട് തരത്തിലുണ്ട്. വെടക്ക് വന്നും നല്ലതാണ്. അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പിന്നെ ഒരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ജതനിബൂ കസീറൻ മിനൽ വന്നി ഇന്ന ബഅദൽ വന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. പരിശുദ്ധ ഖുർആൻ ഇതിനുള്ള ഒരാളത്തിനെ വിട്ടാൽ തെറ്റായിപ്പോകും, കുറ്റക്കാരനാണ്. അതിലെന്ത് പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ഇജ്തനിബു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അർത്ഥമുണ്ട്. ബിൽക്കുൽ എല്ലാം വിട്ട് കളഞ്ഞിട്ടേ വേണോ എന്നുള്ള അർത്ഥം എനിക്ക് വരുന്നു. ഇജ്തനിബു മനസ്സിലായില്ലേ? ഇജ്തനിബു കസീറൻ മിനൽ വന്നി, ഈ ബാധിക്കുന്ന വിചാരിക്കുന്നതിൽ നിന്നുള്ള അധികത്തിന് നിങ്ങൾ എന്ത്? ഇന്ന കസീറൻ മിനൽ വന്നി ഇന്ന ബഅദൽ വന്നി ഇസ്മുൻ, ചിലത് അതിന് ഏറ്റവും കുറ്റക്കാരനായി നരകത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കുന്ന ഇത് ഉണ്ട്. അതുകൊണ്ട് എന്താക്കണം? നിങ്ങൾക്കുള്ളതായിരിക്കുന്ന വിചാരം ജാഗ്രതാക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവർക്കുള്ള രണ്ടാൾക്കുള്ള പിന്നെ പേരിൽ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും 17 നിസ്കാരത്തിന്റെ അകത്തും അവർ രണ്ടാണ് മേൽ സ്വലാത്ത് ചെയ്യുന്നു. ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ
سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഈ സ്വലാത്ത് ഫർളാണ്, നമസ്കാരത്തിന്. അല്ലാഹുമ്മ പടച്ചവനെ സല്ലി നീ സലാത്ത് സല്ലി നീ സലാത്ത് നമുക്ക് അതിൻ്റെ അർത്ഥം എന്തുണ്ട്? നീ സലാത്ത് ചൊല്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്? അല്ലാഹുവിൽ സലാത്ത് അല്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ ചൊല്ലി അല്ലാഹുമ്മ സല്ലി പടച്ചവനെ നീ സലാത്ത് അലാ മുഹമ്മദ്. കറക്റ്റ്. അല്ലാഹുവേ നീ സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ അതെന്ത്? ആരെയും ചൊല്ലുക അറിയില്ല. അല്ലാഹ് അല്ലാഹ് അല്ല, ഇത് അർത്ഥം മനസ്സിലാക്കും. നീ സലാത്ത് ചൊല്ലുന്ന മാന നീ റഹ്മത്ത് ചെയ്തു കൊടുക്കുക. അള്ളാഹുവിന്റെ വെക്കുന്നുണ്ട് റഹ്മത്ത്, അവനിവിടെ അത് ആ റസൂലുള്ളാഹിക്ക് നീ ഇറക്കി കൊടുക്കുക. അതാണ് ഇത്. അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദിനെ മലക്കുകളും ചൊല്ലുന്നുണ്ട്. വഅല ആലി മുഹമ്മദിൻ, തങ്ങളുടെ കൂടെ കുടുംബത്തിന്റെ മേൽ നീ സലാത്ത് ചെയ്യണം. എങ്ങനെ? കമാ സല്ലൈത, നീ സ്വലാത്ത് ചൊല്ലിയതുപോലെ അലമൽ അല ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ മേൽ സ്വലാത്ത് ചെയ്തതുപോലെ വഅല ആലി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ മേലും നീ സ്വലാത്ത് ചൊല്ലിയതുപോലെ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം. അപ്പൊ പിന്നെ ഒരു ഡൗട്ട് വന്നില്ല, ഇല്ലേ? എന്തുണ്ട്? അത് ഇബ്രാഹിം നബിക്ക് സലാത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്ക് ചെല്ലുമ്പോൾ ഇബ്രാഹിം നബിനെ കാണ്ടി സ്ഥാനം ആറാണ്ട് പെണ്ണില്ലേ? ഇബ്രാഹിം നബിന്റെ റസൂലിനെ കണ്ടി ആറാണ്ട് പെണ്ണില്ലേ? അല്ലേ? അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഔഹൈനാ ഇലൈക, നബിയെ തങ്ങളോട് ഞങ്ങൾ വഹി അറിയിച്ചിരിക്കുന്നു, അനിത്തബിഅ മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട് നീ തുടരണമെന്ന് ഖലീലായ ഇബ്രാഹിം നബിയോട് തുടരാൻ വേണ്ടി അള്ളാഹിന്റെ റസൂലോട് കൽപ്പിക്കുമ്പോ അള്ളാഹ് റസൂൽ ഇബ്രാഹിം നബിയോട് തുടരണ്ടേ? ഞാൻ മീസ പിടിച്ചിട്ടുണ്ട്. ഇതെന്തിന്? ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇത്തിബായിൽപ്പെട്ടതാണ്, ഉഗ്രടുത്തിലെ ഇത്തിബാണ്. ഇതുകൊണ്ട് അള്ളാഹു റസൂലുള്ളാഹിനോട് കൽപ്പിക്കുന്നു. അപ്പൊ അതിന്റെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു മകനുണ്ട്, അല്ലാഹുമ്മ തമ്പുരാനെ സ്വല്ലി നീ സലാത്ത് ചൊല്ല്, അർത്ഥം തരുന്നു അടുത്ത്, അലാ മുഹമ്മദിൻ, മുഹമ്മദിന്റെ മേൽ നീ സലാത്ത് ചൊല്ല്, വആലി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കുടുംബത്തിന്റെ മേൽ നീ സലാത്ത് ചൊല്ല്. കുടുംബത്തിന്റെ മേൽ എങ്ങനെ നീ സലാത്ത് ചൊല്ലണം? മുഹമ്മദിന്റെ മേലല്ല, കുടുംബത്തിന്റെ മേൽ നീ എങ്ങനെ സലാത്ത് ചൊല്ലണം? കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിന്റെ ആലിന്റെ മേൽ സലാത്ത് ചൊല്ലിയതുപോലെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ മേൽ സലാത്ത് ചൊല്ലണം എന്നും ഇമാമികളുടെ അർത്ഥം വെച്ചിട്ട്, അങ്ങനെയുള്ള ആ സ്വലാത്ത് രണ്ട് അമ്പിയാക്കന്മാരുടെ നിസ്കാരത്തിന് നമ്മൾ ചൊല്ലുന്നു. ഒന്ന് ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ പേരിലും, പിന്നൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ ഓർ രണ്ടാളെ പല അമ്പിയാക്കന്മാർ ഇരിക്കുമ്പോ ഇങ്ങനെ അല്ലാഹു ചൊന്നത്? അതില് ഇബ്രാഹിം ഉമ്മത്തൻ ജമാഅത്തൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നു, ഇബ്രാഹിം ഒരു ഉമ്മത്തായിരുന്നു, ഒരു ഖൗമായിരുന്നു. ഇബ്രാഹിം നബി ഉള്ളവർ തന്നെ അല്ലാഹു പറഞ്ഞത് ഒരു കൂട്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇതൊക്കെ ഇബ്രാഹിം നബി കൊടുത്തല്ല, അന്ന് ചൊന്തു നീ ഹജ്ജിനിക്ക് വേണ്ടി ജനങ്ങളെ വിളിക്കോ, എന്നാൽ നിന്റെ മുട്ട പറഞ്ഞു. അപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ ആൾക്കാരും പോകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലാണ്. അപ്പൊ അത്ര പേരുടെ കൗമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതാണ് അതിന് മാന.
മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, കാരണം ഇബ്രാഹിം ഉമ്മത്താണ്. അതേ അവസരത്തിൽ അല്ലാഹു ചോദിക്കുന്നു, അയഹ്സുദൂന നാസ, ജനങ്ങളോട് നിങ്ങൾ ഹസദ് വെക്കുന്നോ എന്ന് ചൊല്ലുന്നുണ്ട്. ആ നാസിന് ചൊല്ലിട്ടില്ല, അത് ആരെ പറ്റുന്നുണ്ടാണ്. നാസിന് മനുഷ്യന്മാരുണ്ട്, അവിടെ നാസിന് നിങ്ങൾ ഇവിടെ കൗമില്ലേ, അവിടെ നാസിന് അത് റസൂലുള്ളാഹിയെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെയുള്ള നാസി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള അന്നത്തെ ആ നാസി എന്ന് പറഞ്ഞ ആ നബി ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നേതാവായത് കൊണ്ട് നമ്മൾ പറയുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണ് ഏറ്റവും സവാബ് കിട്ടുന്ന സ്വലാത്ത്. സ്വലാത്തുകൾ പലതും ചൊല്ലിയെങ്കിൽ വാനിദായ സ്വലാത്ത് ഇതാണ്. ഇതിൽ നിർണയിച്ചിട്ട് അത് തഹിയ്യാത്തിൽ രണ്ടാമത്തെ തഹിയ്യാത്തിൽ ഓതൽ സുന്നത്താണ്. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് ജനങ്ങളോട് ചോദിക്കുന്നു, ഫമാ ദന്നുകും റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിചാരം എന്ത്? നിങ്ങൾക്കുള്ള വിചാരം എന്ത്? നിങ്ങൾ എന്ത് വിചാരിച്ചോളൂ? ഇവിടെ വന്ന് കേൾക്കില്ല, ഒരാളെ പ്രസന്റ് ആക്കി ആ പ്രസന്റ് വിഷയത്തിൽ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിക്കുന്നെങ്കിൽ ഒരാൾ വന്ന് കേൾക്കുക, നീ എന്തെന്ന് വിചാരിച്ചല്ലോ, നിങ്ങളെ മുഹമ്മദ് അല്ലെങ്കിൽ അബ്ദുള്ള എന്ന് ചോദിച്ച പ്രസന്ററോട് എന്ത് വിചാരിച്ചോളൂ? കേൾക്കില്ലേ? അതുപോലത്തെ ചോദ്യം ഇബ്രാഹിം നബി ഖൗമോട് ചോദിച്ചു. ഫമാ വന്നുക്കും, നിങ്ങളെ വിചാരത്തിലെ റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് ചമ്മ പേരുണ്ടെങ്കിലും അവിടെ റബ്ബ് എന്നുള്ള പേരിനെ ചോദിച്ചു. ഇതിലെ രഹസ്യം എന്തിനാണ് ചോദിക്കൽ? ഞാൻ മൈസൂർ വന്നിട്ട് അവിടെ ജ്യൂസ് ആക്കുന്നുണ്ട്. ആ ജ്യൂസ് ആക്കുമ്പോഴത്തേക്ക് ഓള് ഇതിനെ മിക്സിയിലിട്ടിട്ട് സ്വിച്ച് ഇടാനോട് കൂടെ എനിക്ക് ഫോൺ വന്നു. അപ്പൊ എന്താ അവിടെ ഓടുക മുണ്ടോ ഇതിന്റെ ശബ്ദത്തിൽ കേൾക്കില്ല. എന്ത് കലാറ്റാണ് താമത്തെ കുറിച്ചത് ചെന്നിട്ട് ഒരേ വാട്ടച്ചാണ് വിളിക്കുന്നുണ്ടോ ബിസി എന്തിന് ചമ്മിനെത്തിനുള്ള ആ ബാലരെ ഇതിലെ മിക്സിലിട്ട് തിരിക്കുമ്പോ അതിന്റെ ശബ്ദത്തിൽ നിന്റെ കാതിൽ ഫോണാക്കാൻ തീർന്നാണ്ട് നീ അവിടെ ഓടിയിട്ടുണ്ടെങ്കിൽ നീ ഒരു മഞ്ഞൾ തിരുവായുടെ ഇറച്ചി പൊറോട്ട എല്ലാ സാധനത്തിൻ്റെ നിന്റെ കാതിലുള്ളതൊക്കെ ഇതോടെ ജീർണാന്തി കേട്ട് വരാനെങ്കിലും ഇത്തരം സാധനത്തോടെ പൊടിയാക്കില്ലേ ആരെങ്കിലും കേട്ടുകൊണ്ടുള്ള ആലോചനയെന്നോളൂ ഉള്ളതുണ്ട്. ഇത് ആ ബാറ്ററി പൊടി മുള്ളും കൂടി പൊടിയായിട്ട് പിറ്റാണ് സുബൈക്ക് നല്ല നൈസിലത് പുറത്തു കൊണ്ടു മുന്നിൽ കൊടുത്തേ അത് പുറത്തു കൊണ്ടു ഒരു സൗണ്ട് കേട്ടതാ ഇല്ല. അപ്പൊ നിന്റെ ഭയത്തോടെ തിന്നതിനും കൂടിയിട്ട് തർബിയത്താക്കിയിട്ട് അതിലെ പൊടി പൊടിയാക്കിയിട്ട് അതിൽ നിന്ന് വേണ്ടി തടിക്കെടുക്കത് വലിയ തോരത്തെ വയറിക്ക് വേണ്ടി ആ ചോരന് അതിലേക്ക് കൊടുക്കുന്നു, ചെറിയതിന് ചെറിയതിലേക്ക് കൊടുക്കുന്നു. അതിന്റെ ഒട്ടിക്ക് മാത്രം കുടിച്ചത് നീ ഇത് തലകുത്തിന് മാത്രം ഇത് പയർന്നുമൊക്കെ മാത്രം തിന്നില്ലേ മാത്രം ഒട്ടിക്ക് നിൽക്കുന്നില്ല. അതിലെ ഉള്ളുക അവൻ ഉണ്ടാക്കിയ അവിടെ അല്ല ഉള്ള ആ അള്ളാഹു അതിന് വേണ്ടി വേണ്ടി സീക്കിക്ക് ആ മറന്ന് അവിടെ അവിടെ ഇങ്ങനെ ഉള്ളതായിരിക്കുന്ന ആ റബ്ബിനെ പറ്റിയാണ് കേൾക്കില്ലേ. സ്വഭാവം നിങ്ങൾ എന്തിനാണ് വിചാരിച്ചത്? റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ റബ്ബിനെ പറ്റി നിങ്ങൾ എന്തിനാ വിചാരിച്ചത്? ഈ ലോകത്തിനെ രക്ഷപ്പെടുത്തുകയും നിയന്ത്രിക്കുന്നയാള് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനും ഈ മുദബ്ബിറുൽ ഉമർ എന്ന് പറയുന്ന ലോകത്തിനെ ഉണ്ടാക്കാൻ പറ്റില്ല, സാധിക്കില്ല.
ഒരു മൂക്കിന്റെ ഈച്ചന് കൊടുത്ത് അള്ളാന്റെ തൗഫീഖ് എല്ലാം ഇതാക്കാൻ പറ്റില്ല. ഒരാൾ കണ്ടത് അവിടുത്തെ ഔലിയാണ് എന്താ അമ്പ്യാക്കന്മാർ ഫ്ലൈറ്റ് പാട്ടുകളാണ്. അപ്പൊ ഇറാൻ കടക്കാകുമ്പോൾ ഏത് മരവരെ കുടുങ്ങി പാട്ടുകളില്ലേ? ഇല്ല, അത് അള്ളാഹുമാണ്. അതുകൊണ്ട് ഈ പ്രായത്തിനെ സമാധാനക്കും നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചുള്ളൂ. ഈ ആയത്തെ മടക്കി നോക്കി എട്ടുന്നാണ് ഈ ആയത്തിൽ പഠിച്ചോളൂ. അതിൽ ആഫിയത്ത് കുറേയൊന്നും ചൊല്ലത്തില്ല. ഇന്റർനെറ്റിൽ വെച്ചിട്ട് ഈ ആയത്തിനെ പറ്റി ആലോചനാക്കുമ്പോൾ ഇത്ര സാമാന്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പൊ വന്ന് അഭിപ്രായം വെക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചുള്ളൂ. അള്ള നിങ്ങളെ പഠിച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ അള്ളാഹുവല്ലാതെ പിന്നെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ റബ്ബുലാലമീനായ അള്ളാഹിനെ കൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചുള്ളൂ? അള്ളാഹു നാളെ പരലോകത്തിൽ നരകത്തിലേക്കിടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നല്ലത് വിചാരിച്ചത് എങ്ങനെ? തീനിക്കുള്ള റാസി നമ്പൂത് റാസിക്ക് ചില പെണ്ണുങ്ങൾ പോയിട്ട് എന്റെ കാരണങ്ങൾ സ്വർഗ്ഗമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കത്തുകാട്ട് ആ തീക്കിനെ കോളിട്ടാണ്ട് നിറച്ചാക്ക ആള് കൂടി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്നിട്ട് ഇവർ ഭരിച്ചിട്ട് എറിയാൻ വേണ്ടിട്ട് ഒരു അതിങ്ങനെ വെച്ചിട്ട് എറിയുമ്പോൾ ജില്ലയിൽ ചോദിക്കുന്നു, ഞാൻ കൈതന്നെ വീണു. ഇല്ല, നിങ്ങൾ എന്താ പറ്റിയില്ല, നിന്റെ റബ്ബിനെ കൊണ്ടുപോകും. അതാ അയാൾക്ക് ആ റബ്ബിനായ അല്ലാഹുവിനോട് ഉള്ള ആ ഹിമ്മത്തുള്ളത് കൊണ്ടിട്ട് തീക്ക് പോന്നു. അള്ളാഹുവിനെ പറയുക, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. പൂർണ്ണമത്ത് അള്ളാഹു ഞങ്ങൾ ചൊന്ന ഞങ്ങളുടെ അള്ളാഹുലും ചൊല്ലുകളെ ബഹുമാനിച്ചിട്ട് നഹ്നു നഖുസ്സു അലൈക ഇല്ലേ? ഖുർആനിലെല്ലാം നോക്കുമ്പോൾ ഞാനുണ്ട് ഞങ്ങളുണ്ട്. ഖുൽനാ ഞങ്ങൾ ചൊന്ന യാ നാറു തീയെ കൂനി നീ ആവണം, ബർദൻ തണുപ്പാവണം, വസലാമൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിച്ചു കളയുന്ന ഐസ് പോലെ ആവുക. ഇബ്രാഹിം നബിക്ക് ഒന്നും സംഭവിച്ചില്ല. അവിടുന്ന് ഇബ്രാഹിം നബിക്ക് എന്തിനു കിട്ടി? അള്ളാഹിനെ പറ്റി. അങ്ങനെ പോയി റബ്ബുലാലമീനായ അള്ളാഹിനോട് നീ എന്ത് വിചാരിച്ചിട്ടുണ്ട്? അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പിന്നെ ഈ വെള്ളിയാഴ്ച എനിക്കിന്ന് അറിയുന്നതിന് ചെല്ലണേ ചില നാട്ടിലേക്ക് പോയി ഞാൻ വെള്ളിയാഴ്ച പെണ്ണാൻ ചെല്ലുമ്പോ അങ്ങനെ ചെല്ലുമ്പോ ഈ വെള്ളിയാഴ്ച ആവാതെ അങ്ങനെ വിചാരിച്ച ക്ലാസ് എന്തൊക്കെ അച്ഛനെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ണൂരിൽ അങ്ങനെ വിചാരിക്കുക അങ്ങനെ സത്യവിദ്യാവട്ടെ 10 മിനിറ്റ് എന്റെ സമയത്താണ് എനിക്ക് തന്നെ. ഇത്തരം മാത്രം നിങ്ങളോട് പറഞ്ഞിട്ട് എന്നെ മതിയാക്കിയത്. പിന്നെങ്കിൽ ഈ 36 നാളില് നല്ല അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മങ്ങിയിട്ട് നോമ്പ് 2 നാൾ